നിങ്ങൾ കാത്തിരുന്ന പൊളിറ്റിക്സ് കേരളയുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുകയാണ്. അല്പം വൈകിയതിൽ ക്ഷമിക്കുക. 1 മണിക്ക് തന്നെ പുറത്ത് വിടണമെന്ന് ഉണ്ടായിരുന്നു. സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് അല്പം വൈകിയത്. എന്തായാലും ഞങ്ങൾ തുടങ്ങുന്നു ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലം. തിരുവനന്തപുരത്ത് 14 സീറ്റുകളിൽ LDF 8, UDF 5, NDA 1. NDA നേടുന്ന സീറ്റ് നിയമമായിരിക്കും. നേരിയ മാർജിനിൽ രാജീവ് ചന്ദ്രശേഖർ ശിവൻകുട്ടിയെ നേമത്ത് മറികടക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. LDF 8, UDF 5, NDA 1. കൊല്ലം നിയോജക മണ്ഡലത്തിൽ LDF മേധാവിത്വം തുടരുമെങ്കിലും UDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ കൊല്ലത്ത് 2 സീറ്റ് മാത്രമാണ് UDF നേടിയത്. ഇത്തവണ UDF 4 സീറ്റ് വരെ നേടും. LDF 7 സീറ്റ് വരെ നേടും. പത്തനംതിട്ട LDFൻ്റെ തേരോട്ടം തുടരും. എങ്കിലും 1 സീറ്റ് റാന്നിയിൽ പ്രമോദ് നാരായണൻ മത്സരിക്കുന്ന സീറ്റിൽ UDF ജയിക്കും. 4 സീറ്റ് LDFന്, 1 സീറ്റ് UDFന്. ആലപ്പുഴ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ആലപ്പുഴയിൽ LDFൻ്റെ മേധാവിത്വം തകരും. 5 സീറ്റ് LDFന്, 4 സീറ്റ് UDFന്. ഇനി കോട്ടയമാണ്. കോട്ടയത്ത് LDFന് 5 സീറ്റ് ലഭിക്കുമ്പോൾ UDFന് 4 സീറ്റ് വരെ ലഭിക്കാം. കോട്ടയത്ത് UDF നല്ല പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും LDF കഴിഞ്ഞ തവണത്തെ പോലെ മികച്ച നില, കഴിഞ്ഞ തവണത്തെ നില തുടരും. ഇനി എറണാകുളമാണ്. എറണാകുളത്ത് 14 സീറ്റിൽ 11 UDF ജയിക്കും. 3 LDF ജയിക്കും. ഇനി ഇടുക്കിയാണ്. ഇടുക്കിയിൽ 2 LDFും 3 UDFും ജയിക്കും. ഇനി തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 9 LDF ജയിക്കുമ്പോൾ 3 UDF ജയിക്കും. തൃശ്ശൂരിൽ LDF ആധിപത്യം തുടരും. കോഴിക്കോട് UDF വലിയ കുതിച്ചുകയറ്റം നടത്തും. LDFൻ്റെ നാദാപുരം അടക്കമുള്ള കോട്ടകൾ തകർന്നു വീഴും. അവിടെ LDF 7 സീറ്റിലും UDF 6 സീറ്റിലും ജയിക്കും. മലപ്പുറത്ത് 16 സീറ്റിൽ 15ലും UDF വിജയിക്കും എന്നാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. LDF 1 സീറ്റിൽ വിജയിക്കും. വയനാട് UDF 3 സീറ്റും 3 സീറ്റും നേടി ആധിപത്യം നിലനിർത്തും. ഇനി കണ്ണൂരാണ്. കണ്ണൂരിൽ 8 സീറ്റിൽ LDFും 2 സീറ്റിൽ UDFും വിജയിക്കും. ഇനി പാലക്കാടാണ്. പാലക്കാട് LDF ആധിപത്യം തുടരും. 8 സീറ്റിൽ LDFും 4 സീറ്റിൽ UDFും വിജയിക്കും. ഇനി കാസർഗോഡാണ്. കാസർഗോഡ് 3 സീറ്റിൽ LDFും 2 സീറ്റിൽ UDFും വിജയിക്കും. ഇങ്ങനെ വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലം ഇഞ്ചോട് ഇഞ്ചാണ്. 70 സീറ്റിൽ LDFും 70 സീറ്റിൽ UDFും 1 സീറ്റിൽ NDAയും വിജയിക്കും. ഇഞ്ചോടിഞ്ച് ഇത്രയും കടുത്ത മത്സരം വന്നിട്ടില്ല. മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം UDFന് അനുകൂലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ സമനിലയാണ് ഫലം. 70 സീറ്റിൽ LDFും 70 സീറ്റിൽ UDFും വിജയിക്കും. ഇതിനിടയിൽ വരുന്ന അട്ടിമറികൾ 2-3 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ആര് ജയിക്കുന്നുവോ അവർ കേരളം ഭരിക്കും. NDA അക്കൗണ്ട് വീണ്ടും തുറക്കും. എന്തായാലും എക്സിറ്റ് പോൾ ഫലം വൈകിയതിൽ ക്ഷമിക്കുക. നിങ്ങൾ എക്സിറ്റ് പോൾ ഫലത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സമനിലയാണ് 2020 കേരളത്തിൽ. അതാണ് തിരഞ്ഞെടുപ്പ് ഫലം.